इसका प्राइस कितना है थाली का? 656 का। बहुत सारा आइटम्स है, एक आदमी जा सकते हैं। ഹലോ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഗുഡ്ഗാവ്, ന്യൂഡൽഹിക്ക് അടുത്ത് ഗുഡ്ഗാവിലുള്ള നമ്മുടെ ആംബിയൻസ് മാളിലാണ്. ഈ ഏരിയയിലെ ഏറ്റവും വലിയ മാളെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ മാള് ചുറ്റി നടന്ന് അത് കാണുകയാണ്. ആംബിയൻസ് മാളിലേക്ക് നമ്മൾ എത്തുന്ന മുതൽ കണ്ടു തുടങ്ങാം. നമ്മുടെ ജയ്പൂർ പോകുന്ന റോഡാണ്. ഇവിടെ എനിക്ക് 10-12 ലൈൻസ് കാണുന്നുണ്ടോ, അത്രയും വണ്ടികൾ. ആ ഒന്ന് കയറിപ്പോയുണ്ടോ, നമ്മളെ കട്ട് ചെയ്ത് കയറിപ്പോയി. എൻ്റെ അമ്മ, എന്താ ഇവിടെ നടക്കുന്നത്? ये एम्बियंस मॉल ये लीला होटल के साथ अटैच हो रखा है। यहाँ पे बहुत ट्रैफिक लगता है, बहुत ट्रैफिक। हाँ, इसलिए इतना लाइन्स है। हाँ, यहाँ इतना ट्रैफिक लगा। अब 3 बजे नहीं निकलोगे ना, ये पूरा जाम हो जाता है। ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് പോകുന്ന ഹൈവേ ആണ്. ഇത് ഗുഡ്ഗാവ് ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് റോഡിലേക്ക് ഏകദേശം 12 ലൈനോളം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നല്ല ട്രാഫിക് ജാം ഉണ്ടാകുന്ന ഏരിയ ആണ്. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഓഫീസ് ടൈമിൽ ഫുള്ള് ട്രാഫിക് ജാം എന്നാണ് നമ്മുടെ ഡ്രൈവർ ബായ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ആംബിയൻസ് മാള്. ആംബിയൻസ് മാൾ നിൽക്കുന്ന ഈ ഗുഡ്ഗാവ് എന്ന് പറയുന്ന ഏരിയ ആക്ച്വലി ഹരിയാനയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഡൽഹി ഹരിയാന ബോർഡറിലായിട്ടാണ് ഈ ഒരു ആംബിയൻസ് മാൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് ഡൽഹിയും ഹരിയാനയാണ്. അപ്പോൾ ഈ ഗുഡ്ഗാവിന് 2 രീതിയിൽ പേരുണ്ട്. ഗുരുഗ്രാം എന്നൊരു പേരുണ്ട്, ഗുഡ്ഗാവ് എന്നൊരു പേരുണ്ട്. ഇതിൻ്റെ പഴയ പേര് ഗുരുഗ്രാം എന്നായിരുന്നു. ബ്രിട്ടീഷുകാർ ചേഞ്ച് ചെയ്ത് ഗുഡ്ഗാവ് എന്നാക്കിയാണ്. പിന്നെ ഇതിനെ ഇപ്പോൾ വീണ്ടും ഗുരുഗ്രാം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പേര് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാഭാരതത്തിലെ ധർമ്മപുത്ര യുധിഷ്ഠിരർ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യർക്ക് ഈ ഒരു സ്ഥലം ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഇതിന് ഗുരുഗ്രാം എന്ന് പേര് പണ്ട് വന്നതെന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഡ്രൈവർ ബായ് ഞങ്ങളെ എൻട്രൻസിൽ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ ആംബിയൻസ് മാളിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗുഡ്ഗാവിലുള്ള ഈ ഒരു ആംബിയൻസ് മാൾ ഇന്ത്യയിലെ തന്നെ 5ാമത്തെ വലിയ മാളാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോയി ഓരോരോ കാഴ്ചകളോട് ആംബിയൻസ് മാളിനെ കൂടുതൽ അടുത്തറിയാം. പൂളെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അവരുടെ കിടിലം ഐറ്റംസ്, പേസ്ട്രീസും കേക്ക്സും ഒക്കെ ഉണ്ട്. നമ്മുടെ ലുലു മാളിനേക്കാളും നല്ല വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കുറെ കൂടെ ഒരു പോസ്റ്റ് ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. ഷോപ്പുകളെല്ലാം നമുക്ക് ഈ ദുബായ് മോളിലൊക്കെ കാണുന്ന പല ഷോപ്പുകളുമാണ് കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ, മിക്സഡ് ആയിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. ഇവിടുത്തെ ഷോപ്പുകളുണ്ടോ, കൂടുതൽ ഇന്റർനാഷണൽ ഷോപ്പുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് എവിടെ ചെന്നാലും ഇതുപോലെ ഒരു ഷോപ്പ് കാണാം. ആയുർവേദ, എവിടെയും ആയുർവേദത്തിന് ഭയങ്കര സപ്പോർട്ടാണ് തോന്നുന്നത്. ഇറ്റാലിയൻ കിട്ടിലും വെറൈറ്റി ഐസ്ക്രീംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് തൊണ്ടവേദനയാണ്. ഇന്റർനാഷണൽ ലഞ്ചറി ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഒരുപാട് ഷോപ്പ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും.
ഇവിടെ നമുക്ക് H&Mൻ്റെ സ്റ്റോറൊക്കെയാണ് സൈഡിൽ കാണുന്നത്. പിന്നെ ചാനൽ പെർഫ്യൂംസ് അവരുടെ ഒരു സ്റ്റോർ ഉണ്ട് കേട്ടോ. ചാനൽ പെർഫ്യൂംസ് പോലെ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സിൻ്റെ സ്റ്റോർ നമുക്ക് ഈ ഒരു മാളിൽ കാണാം. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യുന്ന നൈക്കയുടെ സ്റ്റോറൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഷോപ്പ് ചെയ്യാനൊന്നുമില്ലാത്തതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇതുണ്ടോ സ്വറോസ്കിയുടെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് ഉണ്ട്. നല്ല നല്ല ഹൈ ക്ലാസ് സാധനങ്ങളാണ് സ്വറോസ്കി. സ്വറോസ്കി എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇവരുടെ ആസ്ഥാനം ഓസ്ട്രിയയാണ്. 1895 കണ്ടാണ് ഇവര് ഓസ്ട്രിയയിൽ ഇവരുടെ ഈ ഒരു സ്ഥാപനം ആരംഭിച്ചത്. ഇവർ ഫാഷൻ, ജുവലറി, ക്രിസ്റ്റൽസ് ഇങ്ങനെയുള്ള മേഖലകളിൽ ഭയങ്കര ഫേമസ് ആണ്. എനിക്ക് തോന്നുന്നു വലിയ വലിയ മോളുകളിൽ മാത്രമേ ഇവർക്ക് ഇങ്ങനത്തെ ഔട്ട്ലെറ്റുകൾ കാണാറുള്ളൂ. ഇവരുടെ ഓരോ ഐറ്റംസും ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇരിക്കുന്ന ഓർണമെന്റ്സ് ഒക്കെ തന്നെ ഡയമണ്ട്സ്, ചെറിയ ഡയമണ്ട്സ്, വലിയ ഡയമണ്ട്സും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ താഴെ കൃത്യമായിട്ട് ഇതിൻ്റെ റേറ്റ് എല്ലാം ഇങ്ങനെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ക്രിസ്റ്റൽ ഐറ്റംസ്, ഇപ്പോൾ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെയാണ് കണ്ടത്. ഇനി ക്രിസ്റ്റൽ ഐറ്റംസ് നമുക്ക് കാണാം. ഇവിടെ ക്രിസ്റ്റൽ ഐറ്റംസിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവമുണ്ട്. നമ്മൾ വീടുകളിലേക്ക് മേടിച്ച് വയ്ക്കാൻ പറ്റുന്ന കിടലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് കണ്ട ഒരു ക്രിസ്റ്റൽ ഐറ്റം കണ്ടോ, ഈ ഒരു ചീറ്റ് കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. നല്ല കട്ടിങ്ങൊക്കെയാണ് അതിന് വന്നിരിക്കുന്നത്. ഇതിന് 5,30,000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. സ്വറോസ്കിയുടെ ഷോപ്പിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇവരുടെ ആ വർക്കിൻ്റെ പെർഫെക്ഷനും ആ ക്രിസ്റ്റൽസിൻ്റെ കട്ടിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ച് കൂടുതൽ കാണിക്കുന്നത്. ഇതിൽ അവഞ്ചേഴ്സിൻ്റെ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ അലദീനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഷോക്കേസ് വെക്കാൻ പറ്റിയ കിടിലം. അതുമാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. നല്ല കോസ്റ്റ്ലി ആണെന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നല്ല ഓർണമെൻറ്റ്സും ഡയമണ്ട്സും ക്രിസ്റ്റലിലെ ബ്യൂട്ടിഫുൾ വർക്കുമെല്ലാം കണ്ട് സ്വറോസ്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ടോമി ഹിൽഫിംഗറും അർമാനിയുടെയൊക്കെ ഷോറൂമൊക്കെ ഉണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ പോലും നമ്മൾ ഫുള്ളി കവർ ആയിട്ടില്ല. ഇവിടെ നല്ല കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. താഴെ കണ്ടോ, അടിപൊളി ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. ഇത് മുകളിലാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ കറങ്ങുന്നുണ്ട്. ഇത്രയും കറങ്ങി തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ എന്തായാലും നമ്മൾ എസ്കലേറ്റർ കയറി ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ഷോപ്പ്, എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡ്സുകളും ഇന്ത്യൻ ബ്രാൻഡ്സും ഒക്കെ അവൈലബിൾ ആണ്. 3ാമത്തെ നിലയിലാണ് നമുക്ക് ഫുഡ് കോർട്ട് ഉള്ളത്. KFC ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. പിസ്സ ഹട്ട്, ടാക്കോ ബെല്ലൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ വാൻ ഹൂസനും റേമണ്ട്സും അതുപോലുള്ള ഷോറൂമൊക്കെ ഉണ്ട്. നല്ലൊരു വെസ്റ്റേൺ മ്യൂസിക് ഇവിടെ കേൾക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് സോണിയുടെ ഷോറൂമാണ്. ഒരു അടിപൊളി ഷോറൂമൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ബോസിൻ്റെ ഷോറൂമും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ പിള്ളേരുടെ ടോയ്സ് എല്ലാം കിട്ടുന്ന ടോയ് ഫാക്ടറിയുടെ ഹ്യൂജ് ഒരു കളക്ഷൻ ഉണ്ട്. മീയുടെ ഒരു സ്റ്റോറുണ്ട്. അപ്പുറത്തായിട്ട് ക്രോമയുടെ ഒരു വലിയ ഷോറൂം ഉണ്ട് കേട്ടോ. പിന്നെ വിവോയുടെ ഇതുപോലുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഉണ്ട്. മൊബൈൽ ഷോപ്പുകളും അതുപോലെ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ സെല് ചെയ്യുന്ന ഒരുപാട് ഷോപ്പുകളാണ് നമുക്ക് ഈ ഫ്ലോറിൽ കാണാൻ കഴിയുന്നത്. പിന്നെ വേറൊരു സംഭവമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്സിൻ്റെ ഷോറൂം കണ്ട്, ഐക്കോണിക് കിഡ്സ്. അത് നല്ല ഒരുപാട് പ്രോഡക്റ്റ്സ് അകത്തുണ്ട്. അകത്തൊന്നും കയറി നോക്കില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ പുറത്ത് പിള്ളേരെ അട്രാക്ട് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഫ്ലോറിലോട്ടെത്തി. ഇവിടെയാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഫുഡ് കോർട്ടും ഒക്കെ ഉണ്ട്. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം. ഇനി കൂടുതൽ ഇവിടെ കറങ്ങാനായിട്ട് നമുക്ക് ടൈമും ഇല്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ചൈനീസ് റെസ്റ്റോറൻറ്റൊക്കെയാണ് ഈ സൈഡിലേക്ക് ഉള്ളത്. പിന്നെ ബാർബിക്യൂ ഐറ്റംസ് കിട്ടുന്നത്, നല്ല ബർഗേഴ്സ് കിട്ടുന്നതും അതുപോലെ ബാർ അറ്റാച്ച്ഡായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ രാജസ്ഥാനിലെ റെസ്റ്റോറൻ്റാണ്. രാജസ്ഥാനി ഡിഷസ് ഒക്കെ കിട്ടും. प्राइस कितना है साली का? 656 का बहुत सारा आइटम्स है. एक आदमी खा सकता है. ഈ ഒരു രാജസ്ഥാനി താലി സെർവ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് കഴിക്കത്തക്ക ക്വാണ്ടിറ്റി മാത്രമേ അവർ സെർവ് ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ സ്റ്റാളെല്ലാം ഉള്ള ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ സ്റ്റാളുകളിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും ഡിഷസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇൻ്റർനാഷണലി ഉള്ള ഡിഷസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ്. ഓരോന്ന് എടുത്തൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പറ്റിയ ഞാൻ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് സെലക്ട് ചെയ്യണം
ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ടൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ബിരിയാണി എല്ലാം നല്ല സ്റ്റൈലിന് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രാജ്മ ചാവലും ചോല ഭട്ടൂരയൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ട്രീറ്റ് ഫുഡ്സ് പഞ്ചാബി ഗ്രിൽസ്. ഈ ഒരു ഷോപ്പ് ഇവിടെ ഉള്ള ഏതൊരു ഷോപ്പിനെക്കാട്ടി എന്നെ അട്രാക്ട് ചെയ്തു. ഒരുപാട് ഡിഷസ് ഉണ്ട്, എല്ലാം നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ലസ്സിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ എന്നെ അട്രാക്ട് ചെയ്ത ഈ ഒരു ഭട്ടൂരയാണ്. അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല, ഭട്ടൂരയും ചോലയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഭട്ടൂര, ചോല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു അച്ചാറും കുറച്ച് സലാഡും ഒക്കെ അവർ സെർവ് ചെയ്തിട്ടുണ്ട്. ഈ ചോല എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബികളുടെ ഒരു പ്രത്യേക കടലക്കറിയാണ്. തേയിലെല്ലാം പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന് ആ ഒരു ബ്ലാക്ക് കളർ വരുന്നത്. ഭട്ടൂരൊക്കെ നല്ല സൂപ്പറായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു ഈ ചോലയും കൂട്ടി കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്ന അച്ചാർ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ആണെങ്കിൽ മാംഗോയും ക്യാരറ്റും എല്ലാം ആയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക നോർത്ത് ഇന്ത്യൻ അച്ചാറായിരുന്നു. അങ്ങനെ ചോല, ഭട്ടൂര, അച്ചാറെല്ലാം കഴിച്ച് നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കോർട്ടിൻ്റെ ആണെങ്കിലും നല്ല നല്ല നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ച് ഒരുപാട് സംഭവങ്ങൾ വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. പ്യൂർ എന്നും പറഞ്ഞാൽ ഈ ഒരു ഹോം ഡെക്കർ ഷോപ്പ് ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു. ഒരുപാട് നല്ല നല്ല ചെറിയ ചെറിയ അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും, ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ പലതും ഒരു വീഡിയോ എടുക്കാൻ എന്നെ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മളിനി ഹൽദിറാമിലേക്ക് കുറച്ച് സ്വീറ്റ്സ് നാട്ടിലേക്ക് വാങ്ങാനായിട്ട് പോവുകയാണ്. ഈ ഹൽദിറാമിലും അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. ഇങ്ങനെ ആംബിയൻസ് മാളിൽ നിന്ന് നമ്മളിങ്ങനെ പോവുകയാണ്. ആംബിയൻസ് മാളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലുലു മാളിനെ കാട്ടിയും ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു മാളായിട്ട് തോന്നി. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആംബിയൻസ് മാളിൽ നിന്ന് തിരിച്ച് ഹോട്ടലിലെത്തി ചെക്കൗട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ടെർമിനൽ 2 എന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് തിരുവനന്തപുരത്തേക്കുള്ളത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെയാണ്. അങ്ങനെ നമുക്കായിട്ട് ഇൻഡിഗോയുടെ എയർബസ് A320 വിമാനം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എയർ ട്രാഫിക് കൺട്രോളാണ് ആ കളർഫുള്ളായിട്ട് നമുക്ക് ദൂരെ കണ്ടത്. അപ്പം നമ്മൾ ഇനി ഫ്ലൈറ്റിനകത്തോട്ട് കയറുകയാണ്. എന്തായാലും ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങോട് കൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആദ്യം കയറും, എനിക്ക് ആദ്യം കയറും. എന്തായാലും ഇന്ത്യ എയർലൈൻസിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു ബോർഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കി ടാക്സി വേയിലൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, ഞാൻ ഡൽഹി എയർപോർട്ടിൻ്റെ വീഡിയോസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഞാൻ എയർപോർട്ടിലെത്തിയപ്പോൾ ഫുള്ളി ടയേർഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുള്ളി അവിടെ കുറച്ചുകൂടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഡൽഹി വിട്ട് തിരുവനന്തപുരത്തോട്ട് ഇങ്ങനെ പോകുന്നു, ഫ്ലൈറ്റ് റൺവേയിലോട്ട് ഇങ്ങനെ കയറാൻ പോകുന്നു. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള കുറച്ച് ഫീലിങ്സ് ഒക്കെയാണ് മൈൻഡിൽ വരുന്നത്. കുറേ കാലം ആഗ്രഹിച്ചിരുന്ന നമ്മൾ ഡൽഹിയിലെത്തി, ഡൽഹിയിലെ കുറച്ച് അടിപൊളി സ്ഥലങ്ങളും ഒരു ഹിസ്റ്റോറിക്കലായ പ്ലേസസും മോണുമെൻറ്റ്സും ഒക്കെ കണ്ടു. അതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ വിട്ടു പോകുന്നതിൻ്റെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉള്ള ഫീലിംഗാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ ഏകദേശം 8:15 ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡൽഹി എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല കാഴ്ചകൾ കിട്ടുമെന്ന് വിചാരിച്ച് ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ നിരാശയിലാണ്. നമ്മൾ എയർപോർട്ടിലാണെങ്കിലും തന്നെ വീഡിയോയ്ക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു. രാത്രിയാണ്, മാത്രമല്ല ഇവിടെ പൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ വിസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മളിനി ഡൽഹിയിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള 3.5 മണിക്കൂറത്തെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഡൽഹി ട്രിപ്പ് കണ്ട എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്തവർക്കും, കമൻറ്റ് ഇട്ടവർക്കും എല്ലാവർക്കും ഞാനൊരു ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയൊരു വീഡിയോയിൽ, പുതിയൊരു യാത്രയിൽ വീണ്ടും കാണാം. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാണ്. യാത്രകൾ നേരത്തെ പറഞ്ഞതുപോലെ തുടർന്നുകൊണ്ടിരിക്കും. ദിസ് ഇസ് ഷാബിൻ ചിറ്റലക്കാടൻ സൈനിങ് ഓഫ്.